Hi friends, welcome to Look and View. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു റഫിൾ ഫ്രോക്കാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 2.5 വയസ്സൊക്കെ ആയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് എനിക്കൊരു റിക്വസ്റ്റ് വന്നിരുന്നു എങ്ങനെയാണ് ഫുഡ് പെഡൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു റഫ് സ്കെച്ച് വരയ്ക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റിൻ്റെ അളവെടുത്ത് ബോഡി, പിന്നെ സ്കേർട്ട് പാർട്ടും ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഇവിടെ മുതലേ ഇവിടെ വരെയുള്ള ഭാഗമാണ് ഷോൾഡർ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഞാനൊരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ മുതലേ ഇവിടെ വരെയുള്ള ഭാഗമാണ് കഴുത്തകലം, അതായത് നെക്ക് വിഡ്ത്ത്. അത് ഏകദേശം ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ഓരോ കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആം ഹോളാണ്. അതാണ് ഞാൻ ഈ ചെറിയ ഡോട്ട്സ് ആക്കിയിട്ടിരിക്കുന്നത്. ഏകദേശം ആം ഹോളും അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്തും ഏകദേശം സെയിം ആയിരിക്കും. ഞാനിവിടെ 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്, സെയിം തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത് ഫ്രണ്ട് നെക്കിലെ ഇറക്കാണ്. അത് ഏകദേശം 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 2 ഇഞ്ച് എടുത്താലും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി ഇറക്കം ഉണ്ടായിരിക്കും. പിന്നെ ബാക്ക് നെക്ക് എടുക്കുന്നത് 1 ഇഞ്ചാണ്. ബാക്കിൽ നമ്മൾ സിബാണ് വയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴുത്ത് മതി. പിന്നെ ഇത് ഏകദേശം നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഒരു 20 ഇഞ്ചാണ്. അപ്പോൾ സ്കേർട്ടിൻ്റെ പാർട്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 12 ഇഞ്ച് വരുന്നുണ്ട്. മുകളിലെ ബോഡി മാത്രമാണെങ്കിൽ 8 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഒരു 24 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കതിൻ്റെ 4/1 വേണ്ടൂ. അപ്പോൾ 24 4/1 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് നോക്കുകയാണെങ്കിൽ, വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഇത് ഈ 6 ഇഞ്ച് തന്നെ എടുക്കാം, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതാകും കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ 22 വരുമ്പോൾ അതിൻ്റെ 4/1 ആകുമ്പോൾ 5.5 ഇഞ്ചാണ് വരുന്നത്. ഇതനുസരിച്ച് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് തുണിയിലെ മെഷർമെൻറ്റ്സ് നോക്കാം. ഇപ്പോൾ ഇത് ചെറിയ പ്രിൻ്റുള്ള ഒരു തുണിയാണ്. ഇതിൽ നല്ല ഭാഗമുണ്ട്, അതുപോലെ തന്നെ ചീത്ത ഭാഗമാണ്. ഇത് ശരിക്കും കോട്ടൺ ആണ്. ഇത് നമുക്ക് ആദ്യം 2 ഫോൾഡ് ചെയ്തതിന് ശേഷം 4 ഫോൾഡ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ചുളിവൊക്കെ മാറ്റിയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് 2 എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതത്ര ഈവൻ അല്ല, അപ്പം ജസ്റ്റ് നമ്മളെല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ തെറ്റ് വരും. മറ്റേ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്കെച്ച് ചെയ്ത പോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വരച്ച് കൊടുക്കാം. നെക്കും ആം ഹോളും എല്ലാം നന്നായി വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. മെഷർമെൻറ്റ്സ് എപ്പോഴും എടുക്കുമ്പോൾ കൂടുതൽ എടുക്കണം. തയ്യൽ തുമ്പ് നമുക്ക് എക്സ്ട്രാ വേണം, നമുക്ക് തയ്ക്കുമ്പോൾ ഉള്ളിലോട്ട് പോകാനുള്ളതാണ്. അപ്പം ബോഡിയൊക്കെ ആകുമ്പോൾ ഒരു 1.5 ഇഞ്ചൊക്കെ വേണം, അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുക്കണം. സ്കേർട്ടാണെങ്കിൽ അതുപോലെ തന്നെ എടുക്കുക. പിന്നെ ചെറിയ കുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ വേണമെന്നില്ല. പിന്നെ ബോഡി എടുക്കുമ്പോൾ എപ്പോഴും വേസ്റ്റിൻ്റെ അവിടെ കുറച്ച് ചെറുതാക്കി എടുക്കുക, അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപോലെ എടുക്കുക, ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന കാണാം. അപ്പോൾ വള്ളി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ഷേപ്പ് വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ സ്കേർട്ടിൻ്റെ പാർട്ട് വയ്ക്കുക. അത് ഏകദേശം ഒപ്പാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പാക്കി കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏകദേശം ഒരു അംബ്രല്ല കട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. അംബ്രല്ല കട്ടിങ് അല്ല, പക്ഷേ ഏകദേശം ഒരു ഷേപ്പിൽ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം അടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം തുണി ഇതിൽ തന്നെ എടുക്കാം. അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ കുട്ടികളുടെ നെക്കായതുകൊണ്ട് നമുക്ക് ചെറിയ പീസ് തുണി വേണ്ടു, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വേണം നെക്ക് അടിച്ചു കൊടുക്കാൻ. നെക്ക് അടിക്കുമ്പോൾ ഇത് തെന്നി പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലൂടെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ക്യാൻവാസ് ശരിക്കും ഓപ്ഷനിലാണ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ക്യാൻവാസ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൻ്റെ കുറച്ച് ഏകദേശം ഒരു 1/2 ഇഞ്ചൊക്കെ നമുക്ക് വിട്ടതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഈ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ നേരത്ത് കളയണം. അതിനുശേഷം നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഉള്ളിലോട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ കത്രിക കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളരുത്, അതിന് തൊട്ട് മുമ്പായിട്ട് അവസാനിപ്പിക്കണം. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ച് ഇടവിട്ടിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി ആ നെക്കിൻ്റെ ആ കോർണറിലൊക്കെ ആയിട്ട് ആ ഒരു കർവ് വരില്ലേ, അവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ മടക്കി വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ, അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല, കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട് അയൺ ചെയ്ത് തന്നെ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ആ സ്റ്റിച്ച് വേണ്ട, അപ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തത്. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർക്കവിടെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് പതിച്ചടിക്കാം, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ രണ്ടും ഒരേപോലെ വെച്ചതിന് ശേഷം നല്ല ഭാഗം രണ്ടും ഒരുമിച്ച് വരണം, ചീത്ത ഭാഗം പുറത്ത് വരണം. അങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. രണ്ടിൻ്റെയും സൈഡ് ഒരുമിച്ച് വെക്കണം. വയ്ക്കുമ്പോൾ എപ്പോഴും ഈ നെക്കിൻ്റെ അടിച്ച എക്സ്ട്രാ പോർഷനൊക്കെ നമ്മൾ നന്നായി ഉള്ളിലോട്ട് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വരും, അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി നമ്മൾ കറക്റ്റ് വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് ശരിയാക്കാം. അതിനുവേണ്ടി നമ്മൾ നീളത്തിലൊരു തുണി എടുത്തതിന് ശേഷം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നെക്കിൻ്റെ ആ ഉള്ളിലോട്ട് വന്ന ഭാഗം നമ്മളിവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം നമ്മുടെ
ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ സിബ് വെക്കുന്നതാണ്. നമ്മൾ കറക്റ്റ് ആ കഴുത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സിബ് വയ്ക്കാൻ. സിബ് വയ്ക്കുന്ന പ്രത്യേകം വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് സിബ് വയ്ക്കുന്ന ഒരു ഭാഗം ഞാനിതിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അതും കൂടി ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും. ഇപ്പോൾ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് അനുസരിച്ച് നമുക്ക് സിബ് വെക്കാം. ഇനി നമുക്ക് ഇതിലെ 2 സൈഡും നമുക്ക് ബോഡിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ടൈ ചെയ്യുന്ന ഒരു വള്ളി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെക്കാം. ഞാനിപ്പോൾ ലാസ്റ്റാണ് വെക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു സ്റ്റിച്ച് കൊടുത്തത് ജോയിൻ ചെയ്യാണ് ഞാൻ. ശരിക്കും സൈഡിലൂടെ തന്നെ അധികം ഉള്ളിലോട്ട് വരുത്തുന്നില്ല. ജസ്റ്റ് അതിൻ്റെ അടുത്തോട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും ഷേപ്പാക്കി നമുക്ക് എടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ ഫ്രില്ല് വെക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള നീളത്തിലുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 3 ഇഞ്ച് വരുന്നതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 3 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. ഇതുപോലെ നമുക്ക് കുറച്ചധികം വേണ്ടി വരും. ഞാനിവിടെ ഏകദേശം ഒരു 6 ലെയറായിട്ടാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം 6 എണ്ണത്തിന് കുറച്ച് വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത എല്ലാതും നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം. അതുമാത്രമല്ല അതിൻ്റെ 4 സൈഡ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതെല്ലാം പ്രോപ്പറാക്കിയതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഓരോ പ്ലീറ്റ് ഇട്ടിട്ട് നമ്മളതിങ്ങനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ തയ്ക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഒന്നുകിൽ നമുക്ക് അപ്പോൾ പ്ലീറ്റ് ഇട്ട് നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഓൾറെഡി അതിങ്ങനെ ചെയ്ത് വെച്ച് പിൻ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നിങ്ങനെ അതാത് സമയമാകുമ്പോൾ നമുക്കിങ്ങനെ അത് റിമൂവ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ജോയിൻ ചെയ്ത് ഇനി നമ്മളത് ഫ്രില്ല് വെച്ച് ഇങ്ങനെ പ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വിരലുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഫ്രില്ലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ടിൻ്റെ പാർട്ടിൽ വെച്ച് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഇപ്പോൾ 2 സൈഡും ഓപ്പണാണ് സ്കേർട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു ഭാഗം മാത്രം നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് മതി. മറ്റേ പാർട്ട് ഓപ്പണാണ്. അതിനുശേഷം നമുക്കത് ഫ്രില്ല് വെച്ച് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റത്തെ റോയാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിന് തൊട്ട് മുകളിലുള്ളത് വെക്കും. അങ്ങനെ നമ്മൾ 6 എണ്ണം വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മുകളിലായിട്ട് വെക്കുക, പക്ഷേ സ്റ്റിച്ച് കാണാൻ പാടില്ല താഴത്തെ ഭാഗത്തിൻ്റെ. അങ്ങനെ വേണം നമ്മൾ വെക്കുക, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. മറ്റേ പാർട്ട് ഓപ്പണാണ്. ഇനി നമുക്ക് ഈ പാർട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബോഡിയും അതുപോലെ തന്നെ സ്കേർട്ടും നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒരുമിച്ച് വെക്കണം. അങ്ങനെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ചോളം നമുക്ക് ഉള്ളിലോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ ആ സ്റ്റിച്ചൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അടുത്തതായി നമുക്ക് ബാക്കിൽ ടൈ ചെയ്യാനുള്ള പാർട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 18 ഇഞ്ച് നീളമുള്ള തുണി ഒരു 2-2.5 ഇഞ്ച് വീതി വരുന്ന തുണിയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റ സിംഗിൾ പീസാണ്, നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ഭാഗം ആക്കിയിട്ട് ഞാൻ ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇതിൽ ഒരു ഡയഗണൽ പോലെയാണ് ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബോർഡറിൽ വരുമ്പോൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്.
ഇങ്ങനെ നമ്മൾ ചെയ്ത അവസാനത്തെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിലും ഇതുപോലെ തന്നെ ഒരു ഡയഗണൽ ഷേപ്പിലാണ് ഞാനത് ഫിനിഷ് ചെയ്യുന്നത്. അത് നമുക്ക് കെട്ടുന്ന ആ ഒരു വള്ളിയുടെ തുമ്പാണത്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഒരു സൈഡിൽ 18 ഇഞ്ച് മതിയായിരിക്കും. ഇനി നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം, അതായത് നല്ല ഭാഗം പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നീളത്തിലുള്ള ഏതെങ്കിലും റോഡ് എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഡയഗണൽ പോലെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളത് ഉള്ളിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ നമുക്കത് നല്ല ഭാഗം നമുക്ക് പുറത്തോട്ട് കിട്ടും. ഇതത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം അതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് നമ്മൾ ആ സ്റ്റിച്ച് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗം നല്ല ഭാഗത്തു കൂടി വേണം നമുക്ക് ഈ വള്ളി എടുക്കാൻ. നല്ല ഭാഗത്തു കൂടി നമുക്ക് വള്ളി എടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായി പരത്തി വെച്ചതിന് ശേഷം, ചുളിവൊന്നും ഇല്ലാത്ത വിധത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നെക്കൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രില്ലും കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ 2 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ജസ്റ്റ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് വെച്ചത്. വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് ഫുഡ് പെഡൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് ഫുഡ് പെഡൽ. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാലുകൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരികയാണ്. കാരണം രണ്ടും രണ്ട് സ്ഥലത്ത് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈമിൾട്ടേനിയസ്ലി നമുക്കിത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് ഹാൻഡ്സ് കൊണ്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും മെഷീൻ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഹാൻഡ് വീൽ. ഈ ഹാൻഡ് വീൽ എപ്പോഴും നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഫുഡ് പെഡൽ നമ്മൾ പ്രസ് ചെയ്താലും മെഷീൻ വർക്കാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷീൻ വർക്കാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഹാൻഡ് വീൽ എപ്പോഴും നമ്മൾ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫുഡ് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മെഷീൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ ഫുഡ് പെഡൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മെഷീൻ വർക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ കൂടുതൽ അമർത്തുമ്പോൾ കൂടുതൽ സ്പീഡിലും, പിന്നെ പതുക്കെ ആക്കുമ്പോൾ അത് പതുക്കെ ആവുന്നുണ്ട്. നമുക്കിങ്ങനെ പതുക്കെ ആക്കാം. അതിനുശേഷം നന്നായി പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ട്. പെട്ടെന്ന് നിർത്തുകയാണെങ്കിലും അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഞാൻ സിംഗിൾ സ്റ്റിച്ച്, നോർമൽ സ്റ്റിച്ചാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് പാറ്റേൺ വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ സി വേണമെങ്കിൽ വെക്കാം. സി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഏകദേശം ലെങ്ത്ത് 2 വെക്കാം. സിയും ഇതും വെച്ച് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പീഡ് കൂട്ടുകയാണ്, സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കൂട്ടാം, പെട്ടെന്ന് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സിയുടെ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. ഇത് നമുക്ക് നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു ബ്ലേഡാണ് ശരിക്കും ആക്ച്വലി. ആ ബ്ലേഡിലൂടെ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ നൂല് കട്ട് ചെയ്തെടുക്കാം.